ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വന്ന പിന്നെ ആളുകളാണ് ഈ ഹദീസ് ക്രോഡീകരിച്ചെന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ നമ്മൾ അവരെ വെല്ലുവിളിക്കണം. ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ, അതാണല്ലോ ഇപ്പോൾ ഒറ്റ വലിയൊരു ടാർജറ്റ്. ഇമാം ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു ഹദീസ് അവരുടെ മുൻഗാമികളിൽ ഉദ്ധരിച്ചത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു ഹദീസെങ്കിലും, അഥവാ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഈ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുമ്പ് ജീവിച്ച മുഹദ്ദിസീങ്ങളിൽ ആരുടെയെങ്കിലും കിതാബിൽ ഇല്ലാത്ത ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്ന വാദം സത്യമാണ് തെളിയിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹ് സംരക്ഷിച്ചു തെളിവാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തമായി ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി സ്വഹീഹും ദഈഫും വേർതിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് സനദ് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച് ഇന്ന ഹദീസ് അദ്ദേഹത്തിന്റെ ഒരു മുൻഗാമിയുടെ എന്തെങ്കിലും കാണുന്നില്ല, അത് ഇമാം ബുഖാരി കെട്ടിണ്ടാക്കിയതാണ് എന്ന് പറയാം. അങ്ങനെ ലോകത്തൊരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് കൊണ്ടുവരാൻ നമ്മളെല്ലാ ആളുകളെയും വെല്ലുവിളിക്കാം. ഇലാ യൗമുൽ ഖിയാമ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 3-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന് പറയുന്ന ഏർപ്പാട് ഇല്ല ശരിക്കും.